നമസ്കാരം. കാനഡയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? കാനഡയിൽ പച്ച പിടിക്കാം, ഡോളറുകളിൽ സമ്പാദിക്കാം എന്ന മോഹവുമായി സ്വന്തം മണ്ണും വീടും പണയം വെച്ച വിമാനം കയറിയ നമ്മൾ പലരുടെയും സഹോദരങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് വിവരണാതീതമായ മാനസികാഘാതമാണ്. രാജ്യത്തെ ഒന്നാകെ അമ്പരപ്പിച്ചുകൊണ്ട് ശത്രു രാജ്യങ്ങളെ പോലും ഉറ്റുനോക്കുന്ന തരത്തിലുള്ള അത്യന്തം ഗൗരവമേറിയൊരു കാര്യമാണ് ഇപ്പോൾ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് പുറത്തു വരുന്നത്. സ്വപ്നങ്ങൾ പടുത്തുയർത്താൻ പോയ ആയിരക്കണക്കിന് യുവാക്കളുടെ ജീവിതത്തിൽ ഒരു വൻ ദുരന്തം പോലെ കനേഡിയൻ സർക്കാരിന്റെ ഈ ഒരു നീക്കം വന്നെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി കനേഡിയൻ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കഠിനമായ തന്ത്രങ്ങളും കെണികളും നമ്മുടെ ആൾക്കാരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ്. 2026 ആദ്യ പകുതിയിൽ മാത്രം കാനഡ തങ്ങളുടെ മണ്ണിൽ നിന്ന് പുറത്താക്കിയ വിദേശികളുടെ കണക്ക് പരിശോധിച്ചാൽ ഏത് പ്രവാസിയുടെയും നെഞ്ചൊന്ന് പടപടാ ഇടിക്കും. ഈ ഞെട്ടിക്കുന്ന തിരിച്ചടിയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചതികളുടെ ആഴം എന്താണ്? പ്രവാസ ലോകത്തെ ഇളക്കി മറിച്ച ഈ വൻ കഥയുടെ പിന്നാമ്പുറങ്ങൾ അറിയാൻ ഈ വീഡിയോ അവസാന നിമിഷം വരെ തീർത്തും കാണുക. ഇത്രയും കാലം മെക്സിക്കൻ പൗരന്മാരായിരുന്നു കാനഡയുടെ നാടുകടത്തൽ പട്ടികയിൽ സ്ഥിരമായി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത്. തുടർച്ചയായ 5 വർഷങ്ങളോളം മെക്സിക്കോ മുന്നിലും ഇന്ത്യ തൊട്ടു പിന്നിൽ രണ്ടാമതുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സകല കണക്കുകൂട്ടലുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യക്കാർ ഈ കറുത്ത പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള റെക്കോർഡ് എണ്ണത്തോടെയാണിത്. ഈ പറയുന്നതിന്റെ ഗൗരവം വ്യക്തമാകാൻ നമുക്ക് ഒഫീഷ്യൽ കണക്കുകളിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിക്കാം. അതായത് 2020 പോലും 1424 ഇന്ത്യക്കാരെ തിരിച്ചയച്ചുകൊണ്ട് ഇന്ത്യ ഈ ലിസ്റ്റിൽ മുന്നിലുണ്ടായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ അതായത് 2021 603 പേരെയും 2022 786 പേരെയും മാത്രമാണ് പുറത്താക്കിയിരുന്നത്. എന്നാൽ 2023 ഇത് 1132 വരികയും 24 2000 കടന്ന് കുതിക്കുകയും ചെയ്തു. അതായത് 2025 ഈ റെക്കോർഡ് ഇട്ടുകൊണ്ട് 3779 പൗരന്മാരാണ് കാനഡ പുറത്താക്കിയത്. 26 ആദ്യ 6 മാസത്തെ മാത്രം കണക്കെടുക്കുമ്പോൾ ഈ വർഷം ഇതുവരെ മാത്രം 3323 ഇന്ത്യൻ പൗരന്മാരെയാണ് കാനഡ ബോർഡ് സർവീസ് ഏജൻസി തങ്ങളുടെ അതിർത്തി കടത്തിവിട്ടത്. അതായത് കഴിഞ്ഞ വർഷത്തെ ആകെ റെക്കോർഡ് എണ്ണത്തിന്റെ 88% വരുന്ന സംഖ്യ വെറും 180 ദിവസം കൊണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം അവസാനത്തോടെ ഈ കണക്ക് എവിടെ എത്തുമെന്ന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഇക്കാര്യത്തിൽ ഒന്നാമതുണ്ടായിരുന്ന മെക്സിക്കോയിൽ നിന്ന് ഈ വർഷം വെറും 1573 പേരെ മാത്രമാണ് പുറത്താക്കിയതെന്നറിയുമ്പോഴാണ് ഇന്ത്യക്കാരുടെ ഈ സംഖ്യ എത്രത്തോളം ഭയാനകരമാണെന്ന് മനസ്സിലാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ സമാന്തരമായി താരതമ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട വിവരം അനുസരിച്ച് ഈ വർഷം ജനുവരി 1 മുതൽ ജൂലൈ 22 വരെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ടത് 1273 പൗരന്മാരാണ്. അതായത് ലോകത്തിലെ ഏറ്റവും കടുത്ത കുടിയേറ്റ നിയമങ്ങളുള്ള അമേരിക്ക നാട് കടത്തിയ ഇന്ത്യക്കാരുടെ എണ്ണത്തെക്കാൾ 2.5 ഇരട്ടിയിലധികമാണ് കാനഡയിൽ നിന്ന് മാത്രം പുറത്താക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം. ഇത്രയും പോരാഞ്ഞ് കാനഡയുടെ റിമൂവൽ ഇൻ പ്രോഗ്രസ് ഇൻവെന്ററി അഥവാ നാടുകടത്തൽ നടപടികൾ പുരോഗമിക്കുന്നവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇപ്പോഴും 7669 ഇന്ത്യക്കാർ പെട്ടുകിടക്കുന്നുണ്ട്. അതായത് ഏത് നിമിഷവും വിമാനം കയറി വരേണ്ടി വരാവുന്ന അവസ്ഥയിലാണ് ഈ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ ദിവസവും തള്ളി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് കാനഡ ഇത്രയും ക്രൂരവും കടുത്തതുമായ ഒരു നിലപാടിലേക്ക് മാറിയത്? കോവിഡിന് ശേഷം വിദേശീയരെ സ്വാഗതം ചെയ്ത കാനഡ ഇപ്പോൾ അടിയന്തരമായി തങ്ങളുടെ ഇമിഗ്രേഷൻ സംവിധാനം കർശനമാക്കുകയും താൽക്കാലിക തദ്ദേശവാസികളുടെയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും എണ്ണം കുത്തനെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുകയാണ്. പൊതുവെ CBSA രാജ്യം തിരിച്ച വ്യക്തമായ കാരണങ്ങൾ പരസ്യപ്പെടുത്താറില്ലെങ്കിലും പ്രധാനമായും താഴെ പറയുന്ന 4 ലംഘനമാണ് നമ്മുടെ ആൾക്കാർക്ക് തിരിച്ചടിയാകുന്നത്. ഇമിഗ്രേഷൻ നിയമങ്ങളുടെ ലംഘനം, അതായത് സ്റ്റുഡന്റ് വിസയിലോ താൽക്കാലിക ജോലി വിസയിലോ പോയിട്ട് അവിടെ നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക. അഭയാർത്ഥി അപേക്ഷകൾ തള്ളപ്പെടുന്നതാണ് അടുത്ത കാരണം. അതായത് നിയമപരമായ വഴികൾ അടയുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നൽകുന്ന വ്യാജ റെഫ്യൂജി അപേക്ഷകൾ കാനഡ സൂക്ഷ്മമായി പരിശോധിച്ച് തള്ളുന്നു. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് വിസ കാലാവധി കഴിഞ്ഞുള്ള താമസമാണ്. അതായത്
കാലാവധി തീർന്നിട്ടും അനധികൃതമായി രാജ്യത്ത് തുടരുന്നത്. വ്യാജ വിസ തട്ടിപ്പുകൾ മറ്റൊരു കാരണമാണ്. വ്യാജ ഏജന്റുമാരിൽ നിന്ന് ലഭിക്കുന്ന വ്യാജ ബാങ്ക് രേഖകളും ഓഫർ ലെറ്ററുകളും ഉപയോഗിച്ച് കാനഡയിൽ എത്തുന്നത്. കനേഡിയൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ആളുകളെ പുറത്താക്കാൻ 3 തരം പ്രധാന ഉത്തരവുകളാണ് അവരുപയോഗിക്കുന്നത്. അത് കൃത്യമായി അറിയാതെ പലരും ജീവിതം തന്നെ തുലച്ചു കളയുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഡിപ്പാർച്ചർ ഓർഡർ, അതായത് ഇത് കിട്ടിയാൽ 30 ദിവസത്തിനകം സ്വന്തം ചെലവിൽ കാനഡ വിട്ടുപോകണം. ഇത് പാലിച്ചില്ലെങ്കിൽ അത് താനെ കഠിനമായ ഡിപ്പോർട്ടേഷൻ ഓർഡറായി പരിഗണിക്കും. അടുത്ത ഒന്നാണ് എക്സ്ക്ലൂഷൻ ഓർഡർ. അതായത് ഈ ഉത്തരവ് വീണാൽ അടുത്ത 1 മുതൽ 5 വർഷം വരെ കാനഡയിൽ വീണ്ടും പ്രവേശിക്കാൻ പൂർണ്ണ വിലക്കായിരിക്കും. അടുത്ത ഒരു കാരണം ഡിപ്പോർട്ടേഷൻ ഓർഡർ അഥവാ ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായ അവസ്ഥ. ഇത് കിട്ടിയ ഒരാൾക്ക് കനേഡിയൻ ഗവൺമെന്റിന്റെ പ്രത്യേക രേഖാമൂലമുള്ള അനുമതി ലഭിക്കാതെ ജീവിതകാലത്ത് ഒരിക്കലും കാനഡയിലേക്ക് മടങ്ങിയെത്താൻ കഴിയില്ല എന്നതാണ്. ഈ കണക്കുകൾ നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയും വസ്തുവകകൾ വിറ്റും വിദേശത്തേക്ക് മക്കളെ വിടാൻ തയ്യാറെടുക്കുന്ന മാതാപിതാക്കൾ ഇതൊരു വലിയ പാഠമായി കരുതേണ്ടതുണ്ട്. കാരണം കുറുക്കുവഴികളിലൂടെയോ വ്യാജ രേഖകൾ നിർമ്മിച്ചു നൽകുന്ന തട്ടിപ്പ് ഏജൻസികളുടെ വാക്കുകൾ വിശ്വസിച്ചോ യാത്ര തിരിക്കരുത്. നിയമവിധേയമായ മാർഗങ്ങളിലൂടെ മാത്രം വിദേശ പഠനത്തിനും ജോലിക്കുമായി പരിശ്രമിക്കുക. ചെല്ലുന്ന രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ നിയമങ്ങൾ അക്ഷരം പ്രതി പാലിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമ്പാദ്യവും ആഗ്രഹങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകാം. കാനഡയിലെ ഇമിഗ്രേഷൻ നയങ്ങൾ കൂടുതൽ കർശനമാകുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിന് ഉത്തരവാദികൾ തട്ടിപ്പ് ഏജന്റുമാരാണോ അതോ ആളുകളുടെ ജാഗ്രത കുറവാണോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.